നിങ്ങളുടെ മക്കൾക്ക് എത്രയാണ് പ്രായം? അവരൊരു എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷാർജ ബുക്ക് ഫെയറിലെ ഹോൾ നമ്പർ 7-ലെ ലേണേഴ്സ് സർക്കിൾ എന്ന ഈ ഹാളിലേക്ക് വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ലേണേഴ്സ് സർക്കിളിലുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കും. ലേണേഴ്സ് സർക്കിളിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള അരുൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കുട്ടിക്ക് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് സമീപിക്കുക? ഇപ്പം ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയായിട്ടോ അവർ നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാം. അപ്പം നമ്മൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ റൈറ്റത്തോൺ 5.0 റൈറ്റത്തോൺ 6.0 എന്ന് പറഞ്ഞ് 2 കോമ്പറ്റീഷൻ പോലെ വെച്ചിട്ടാണ് സ്റ്റോറീസ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് സ്റ്റോറി എഴുതേണ്ടത്. പിന്നെ അവരൊരു സ്ട്രക്ചർ എടുത്ത് നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് അവരെ പിന്നെ ആ സ്റ്റോറി എഡിറ്റ് ചെയ്ത് ഇലസ്ട്രേഷനൊക്കെ വരാൻ വെച്ചിട്ട് കവർ പേജ് ഇട്ട് ടൈപ്പ് സെറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഷാർജ ബുക്ക് ഫെയറിൽ 67 പിള്ളേരെ നമ്മൾ ബുക്ക് ലോഞ്ച് ചെയ്യാൻ വെച്ചായിരുന്നു. 67 നവംബർ 8 അന്ന്. സോ നമ്മളങ്ങനെയാണ് നമ്മുടെ മോഡൽ അതാ. വി ഹെൽപ്പ് ദം ഫൈൻഡ് ദർ പാഷൻ. അതായത് അടുത്ത വർഷത്തേക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ല സുവർണാവസരമാണ് അല്ലേ? ഇപ്പോൾ ഈ കറക്റ്റ് ഒരു വർഷം ഗ്യാപ്പ് വരുന്നുണ്ട്. നന്നായി എഴുതി അടുത്ത വർഷത്തേക്ക് അതിന് മുന്നായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗൈഡൻസ് വരെ തരും. എന്നിട്ട് നിങ്ങളുടെ ബുക്ക് ഇവിടുന്ന് ലേണേഴ്സ് സർക്കിൾ വഴി പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ടാകും. അടുത്ത ദിവസം ഇവിടെ എന്തോ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നില്ലേ? അതെ. സോ നവംബർ 16 അന്ന് നമ്മൾ 11 AM ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, സ്റ്റോറി റൈറ്റിംഗ് വർക്ക്ഷോപ്പ്. സോ കിഡ്സ് 7 to 18 year old പിള്ളേർ ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ അവരിവിടെ വന്ന് നമ്മുടെ ഫ്രീ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം. എൻട്രി ഫ്രീ ആണ്. ഇൻ്റലക്ച്വൽ ഹാളിൽ വെച്ചാണ് ഉള്ളത്. ഇൻ്റലക്ച്വൽ ഹാളിലാണ്. സോ ഇതൊരു അതൊരു ഹെൽപ്പ്, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് അവരടുത്ത കഥ എഴുതാനും പിന്നെ നമ്മൾ ആ സ്റ്റേജിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവർ പബ്ലിഷ് ചെയ്യാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്. ഈ അവസരം കൃത്യമായിട്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കാം.